വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ ബീഹാറിനെ കുറിച്ചാണ് കേട്ടോ. ബീഹാർ 1956 നവംബർ 1 നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. അപ്പൊ നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. ബീഹാറിന്റെ തലസ്ഥാനം പാറ്റ്നയാണ്. കേട്ടോ. ബീഹാർ പണ്ട് കാലത്ത് മഗധ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ സംസ്ഥാനം കൂടിയാണ് ബീഹാർ. അപ്പൊ നമ്മൾ പറഞ്ഞു തലസ്ഥാനം പാറ്റ്നയാണ്. പാറ്റ്ന പണ്ട് കാലത്ത് പാടലീപുത്രം എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാടലീപുത്രം എന്നായിരുന്നു പാറ്റ്നയുടെ പഴയ നാമം. അത് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കും. ഇനി അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. പാറ്റ്ന ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് പാറ്റ്ന. ഇനി ബീഹാറിന്റെ ഹൈക്കോടതി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പാറ്റ്നയിൽ തന്നെയാണ്. ബീഹാറിന്റെ സംസ്ഥാന മൃഗം കാളയും സംസ്ഥാന പക്ഷി അങ്ങാടി കുരുവിയുമാണ് കേട്ടോ. ഇനി അടുത്തത് ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. സ്ഥിരമായ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. അതുപോലെ തന്നെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. ഇത് രണ്ടും പരീക്ഷകൾക്കുള്ള ചോദ്യമാണ്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനവും ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനവും രണ്ടും ഏതന്നെയാണ്? ബീഹാർ തന്നെയാണ് എന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ബീഹാറിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യമായിട്ട് കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായി കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനം ഏത്? വളരെ പ്രധാനം, ബീഹാറാണ്. സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം. സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും ബീഹാറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പില് വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയതും ഏതന്നെയാണ്? ബീഹാർ തന്നെയാണ് എന്ന് ഓർത്തുവയ്ക്കാം. അതുപോലെ തന്നെ പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ജനസാന്ദ്രത ഏറ്റവും കൂടുതലാണ്, പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവാണ്, സാക്ഷരത ഏറ്റവും കുറവാണ് കേട്ടോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പെയിന്റിംഗ്, ബീഹാറിലെ പെയിന്റിംഗ് ആണ് മധുബാനി പെയിന്റിംഗ്. മധുബാനി പെയിന്റിംഗ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാറുണ്ട്. അത് ബീഹാറിലാണ്. അപ്പൊ മധുബാനി പെയിന്റിംഗ് ബീഹാറിലാണ്. അതുപോലെ തന്നെ ബീഹാറിലെ പ്രധാനപ്പെട്ട ഭാഷയാണ് മൈഥിലി ഭാഷ. ഏതാണ് ഭാഷ? മൈഥിലി. ഹിന്ദിയും അവിടുത്തെ ഭാഷ തന്നെയാണ്. മൈഥിലി ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഹോളി. അതുപോലെ തന്നെ ബിദാസിയ, സിദാസിയ, ജദാജതി, ഇതൊക്കെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. ബിദാസിയ, സിദാസിയ, ജദാജതി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട എന്താ പറയുന്നത് നൃത്തരൂപങ്ങളാണ്. ഇനി ബീഹാറിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാ ചോദിക്കുന്നത് വെച്ചാൽ കോസി, അതുപോലെ തന്നെ കാണ്ടക്, സുവർരേഖ, ഇതൊക്കെ ബീഹാറിലൂടെ ഒഴുകുന്ന നദികളാണ്. അതിൽ തന്നെ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസി നദിയാണ്. അതുപോലെ ബാലവേല തടയുന്നതിന് വേണ്ടിയിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ്. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി ബീഹാറില് ഡിജിറ്റൽ സാക്ഷരത വളർച്ചയ്ക്ക് സർക്കാർ ഒരു പ്രോജക്റ്റ് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരത അഭിയാൻ. അപ്പൊ പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരത അഭിയാൻ ബീഹാറിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബീഹാറിലെ ഡിജിറ്റൽ സാക്ഷരതാ വളർച്ചാ നിരക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ന് ഓർത്തുവെക്കണം. അതുപോലെ തന്നെ പാറ്റ്നയില് ഗംഗാനദിക്ക് കുറുകെയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മഹാത്മാഗാന്ധി സേതു പാലം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തുവെക്കാം. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് കോസി നദിയെ കുറിച്ച് നമ്മൾ പറയണ്ടായി. ബീഹാറിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതിയും കൂടിയാണ് കോസി. കോസി പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം നേപ്പാളാണ് എന്ന് ഓർക്കണം. അതുപോലെ തന്നെ അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയില് ബീഹാറില് ഒരു വിവിധോദ്ദേശ പദ്ധതി ആരംഭിച്ചു. അതിന്റെ പേര് ദാമോദർ നദീതട പദ്ധതി എന്നാണ്. ദാമോദർ നദീതട പദ്ധതി.
ഇനി നമ്മളോട് ചോദിക്കാം ബറൗണി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ, വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ബീഹാറിലെ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ബീഹാറില് രാജ്ഗീർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. രാജ്ഗീർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജൈനമത തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പൊ ജൈനമത തീർത്ഥാടന കേന്ദ്രമായ രാജ്ഗീർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണെന്ന് ഓർക്കണം. ബീഹാറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കടുവ സംരക്ഷണ കേന്ദ്രമാണ് വാൽമീകി കടുവ സംരക്ഷണ കേന്ദ്രം. അതുപോലെ തന്നെ അവിടെ രാജ്ഗീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, ഗൗതം ബുദ്ധ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, കൈമൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഇതൊക്കെ ബീഹാറിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. ഇനി സോൺപൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കന്നുകാലി മേള നടക്കുന്നത് ബീഹാറിലെ സോൺപൂറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേള എവിടെയാണ് നടക്കുന്നത്? ബീഹാറിലെ സോൺപൂറിലാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി ബീഹാറിനെ വിഭജിച്ചുണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്ന് ഓർക്കണം. ജാർഖണ്ഡ് ബീഹാറിനെ വിഭജിച്ചുണ്ടായത് 2000-ലാണ് എന്ന് ഓർത്തു വയ്ക്കാം കേട്ടോ. ഇനി ബുദ്ധമതത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറാണ്. അപ്പോ ബുദ്ധമതത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. ഇനി വിക്രമശില, നളന്ദ എന്നീ പ്രാചീന സർവകലാശാലകൾ നിലനിന്നിരുന്നതും എവിടെ തന്നെയാണ്? ബീഹാറിലാണ്. ഇനി ഡാൽമിയ നഗർ, ഡാൽമിയ സിമന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതറിയാം. സിമന്റ് നിർമ്മാണത്തിൽ പ്രസിദ്ധിയാർന്ന ബീഹാറിലെ സ്ഥലമാണ് ഡാൽമിയ നഗർ എന്ന് അറിയപ്പെടുന്നത്. ഇനി ലോക്നായക് ജയപ്രകാശ് വിമാനത്താവളം, ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം എവിടെയാണ്? പാറ്റ്നയിലാണ്. അതുപോലെ തന്നെ ഗാന്ധി മൈതാൻ എവിടെയാണ്? അതും പാറ്റ്നയിലാണ്. ഇനി ബീഹാറിലെ ഒരു ഹോളി ആഘോഷം പോലെ തന്നെ രാംനവമി എന്ന് പറയുന്ന ഒരു ആഘോഷം ബീഹാറിൽ പ്രസിദ്ധമാണ്. അപ്പൊ രാംനവമി ആഘോഷം നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ലോകത്ത് കണ്ടെടുത്തതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ പൗരാണിക ബുദ്ധസ്തൂപം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ആ ബുദ്ധസ്തൂപത്തിന്റെ പേര് കേസരിയ സ്തൂപം എന്നാണ്. ലോകത്ത് കണ്ടെടുത്തതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ പൗരാണിക ബുദ്ധസ്തൂപം ബീഹാറിലാണ്. കേസരിയ സ്തൂപം എന്നാണ് അതിന്റെ പേര്. അതുപോലെ തന്നെ പാറ്റ്നയില് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള ഒരു ധാന്യ കലവറയുണ്ട്. അതിന്റെ പേര് ഗോൾക്കർ ധാന്യ കലവറ എന്നാണ്. അപ്പൊ ഗോൾക്കർ ധാന്യ കലവറ കാണപ്പെടുന്നതും ബീഹാറിലാണെന്ന് ഓർക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ വൈഫൈ സോൺ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ വൈഫൈ സോൺ നിലവിൽ വന്നത് ബീഹാറിലാണ് എന്ന് ഓർക്കാം കേട്ടോ. ഇനിയപ്പോ അടുത്തത് ബീഹാറില് പ്രധാനപ്പെട്ട കുറച്ച് വ്യവസായങ്ങള് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരി വ്യവസായം, ഇരുമ്പുരുക്ക്, പഞ്ചസാര വ്യവസായം, വളം വ്യവസായം, പേപ്പർ വ്യവസായം. നേരത്തെ സിമെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ പ്രധാനപ്പെട്ടതാണ് ഏത്? ബീഹാർ. അപ്പൊ കൽക്കരി, ഇരുമ്പുരുക്ക്, പഞ്ചസാര, വളം, പേപ്പർ, സിമെന്റ് ഒക്കെ നിർമ്മാണത്തിലൊക്കെ പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് എവിടെ? ബീഹാർ കേട്ടോ. ഇനി അതുപോലെ തന്നെ വിക്രംശില ഗംഗാറ്റിക് ഡോൾഫിൻ സാങ്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. വിക്രംശില ഗംഗാറ്റിക് ഡോൾഫിൻ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ഇനി അതുപോലെ പുനരുദ്ധരിച്ച നളന്ദ സർവകലാശാല ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ആദ്യത്തെ കേട്ടോ അമർത്യ സെൻ ആണ് കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ അതുപോലെ തന്നെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ബീഹാറിലെ സർവകലാശാല എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ ഇതിന്റെ ഉത്തരം ഏത് തന്നെയാ പറയേണ്ടത്? നളന്ദ തന്നെയാണ് പറയേണ്ടത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. കുറേയധികം കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതില് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി ഫാക്ട്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇതെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ബാക്കി നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴും ഇന്ത്യ ഫാക്ട്സ് പഠിക്കുമ്പോഴും ഒക്കെ അതിന്റെ കൂടെ പഠിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.